എന്തായാലും നമ്മൾ പുതിയൊരു വേൾഡും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു. പെട്ടെന്ന് തടി പിടിച്ചോ ഗൈസ്. നമുക്ക് മൈൻക്രാഫ്റ്റ് തുടരുകയാണ് ഗൈസ്. നമ്മൾ മൈൻക്രാഫ്റ്റ് തുടരുകയാണ്. ഓക്കെ, അപ്പം മൈൻക്രാഫ്റ്റിലുള്ള ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് പവറിനെ കുറിച്ച്. യെസ്, മൈൻക്രാഫ്റ്റ് പവറിനെ കുറിച്ച്. മൈൻക്രാഫ്റ്റ് ലോകത്തിലല്ലാണ്ട് വേറെ ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ താഴെ വീഴുന്ന മരം മൊത്തം അങ്ങ് ഇടിച്ചിടിച്ച് ഗൈസ് എല്ലാം ഇടിച്ചിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതാണ്ട് അവിടെ ഒരു ബാംബോ ഫോറസ്റ്റ് ആണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മോനൂസേ, ഈ മൈൻക്രാഫ്റ്റ് തന്നെ. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഏത് പാതാളത്തിൽ പോയി വീണാലും ഉയർത്തെഴുന്നേക്കാൻ പറ്റും ബ്ലോക്ക് ഉണ്ടെങ്കിൽ. യെസ്, അതാണ് ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ബാംബോ ഫോറസ്റ്റിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ഈ ബാംബോയ്ക്ക് മാത്രം ആ ഒരു പവർ ഇല്ല. യെസ്, ബാംബോയുടെ മൂട്ടിൽ ഇടിച്ച പിന്നെ ബാംബോ മൊത്തത്തിൽ റിയൽ ലൈഫിലെ പോലെ അങ്ങ് സെറ്റായി വീഴും ഗൈസ്. വൈ ഗൈസ്. ഒരു തത്തമ്മക്കിളി വന്നിട്ടുണ്ട്. തത്തമ്മക്കിളി വൈ ഗൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കല്ലേ. കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. എന്താണ് ഇവിടെ വേണ്ടത്രയും ഫുഡും ഉണ്ട്, അതുകൊണ്ട് തന്നെ സീനാണ്. ഓക്കെ, ബേസിക്സ് കാര്യം ആദ്യം ഒരു ചെറിയ വുഡ് നമുക്ക് സെറ്റാക്കി എടുക്കണം. നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, അത് കഴിഞ്ഞിട്ട് 8-12 സ്റ്റിക്കും ആൻഡ് നോക്കുമ്പം ഗൈസ ഇതിവിടെ വെക്കണം. ആൻഡ് അതിലേക്ക് ഒരു ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വുഡൻ പിക്കാക്സ് ആക്കണം. ആൻഡ് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവാനായിട്ട് നമ്മൾ പെട്ടെന്ന് താഴേക്ക് മാന്തി പോകണം ഗൈസ്. പൊട്ടി. യെസ് പൊട്ടി. അപ്പം ഇപ്പം ടോട്ടൽ 60 സ്റ്റോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ ടൂളിലേക്ക് അപ്ഗ്രേഡ് ആവണം ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ പോവാം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ അടി വെച്ച് കൊടുക്കാം. ആൻഡ് ഒരു സ്റ്റോൺ അപ്ഗ്രേഡായ പിക്കാക്സ് ആൻഡ് ഒരു ആക്സ് ആൻഡ് ഒരു ഷവൽ ആൻഡ് ഒരു ഹോ. ഓക്കെ, നമുക്ക് അപ്പം നോക്കുമ്പം ആക്സ് ഒന്ന് എടുക്കണം. ആക്സ് എടുത്തതിന് ശേഷം ഈ മരം വേണ്ട ഗൈസ്. പവറാണ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പവറാണ്, മാജിക് ഒന്നുമല്ല ഗൈസ്. അതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഗെയിമിലെ പവർ എന്ന് പറയുന്നത്. വേറെ ഒറ്റൊരു ഗെയിമിലും വരാത്ത പവറാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് ഗെയിമിലേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു ഷീപ്പിന് മാത്രമല്ല കിട്ടിയുള്ളൂ. 2 അടി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഷീപ്പുമാരൊക്കെ ചത്തും ഗൈസ്. പവർ കണ്ടില്ലേ പവർ. മോനെ ഗൈസ്, അപ്പം ഇച്ചിരയ്ക്ക് മരത്തിനെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതാണ്ട് 50 എണ്ണം വെട്ടി. ഒരു സ്റ്റാക്ക് വെട്ടാം. ഇനിയും ഒരു സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ 64 എണ്ണം അല്ലേ. ഇതൊക്കെ ഇരിക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഒരു സംശയമില്ലായ്മയില്ല. അതാണ് അവിടെ. ആൻഡ് നമുക്ക് വൂൾ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 2 വൂളേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ദാണ്ട് അവിടെ ഒരു വൂളിരിപ്പുണ്ട്. നമുക്കതിനെ പോയി വെട്ടി അങ്ങ് എടുക്കാം ഗൈസ്. ഐ എം സോറി ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ണടച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങ് വെട്ടാം. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം രാത്രി ആവുന്നുണ്ട് ഗൈസ്. എനിക്കതിൻ്റെ മുൻസൂചന കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അടി വെച്ച് കൊടുക്കാം. അപ്പം അത് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ബെഡ് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. ആൻഡ് ആ ബെഡിനെ എടുത്ത് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ട് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് കമൻ. ഓക്കെ നമുക്ക് സീനായിട്ട് കിടന്നുറങ്ങാം ഗൈസ്. അപ്പം
ഇന്ന് സാന്ത സുന്ദമേ ഡേ സീനാട്ടോ. ഇവര് സീനായി സീന 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 സീന. ഇവിടെ വില്ലേജ് ഉണ്ട് യെസ്. ഓ മാൻ വില്ലേജ് വില്ലേജ് ഗൈസ്. ഇവിടെ വില്ലേജ് ഉണ്ട് ഗൈസ്. വില്ലേജ് വില്ലേജ് എൻ്റെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. അതുകൊണ്ടാണ് വില്ലേജേഴ്സ് സോംബി ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് ദിസ്? എന്തോ ഒരു സാധനം. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് വെട്ടിയ ആ ഒരു ഇതിനെ നമുക്കൊന്ന് വുഡാക്കി ഇടുക ഗൈസ്. മൊത്തം സീനായിട്ട് അവിടെ അതും കൂടെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ആണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളതെല്ലാവരും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബേസ് കെട്ടാം. ഓക്കെ, ബേസ് എവിടെ വെച്ച് കെട്ടുമെന്ന് ചോദിക്കാട്ടുണ്ടെങ്കിൽ പ്ലേസിൽ കെട്ടണോ ഇവിടെ എന്നല്ല ഇതൊക്കെ ഉണ്ട്. ഈ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പ്ലേ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഈ സ്ഥലം. അപ്പം നമ്മൾ ഷവൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഷവൽ ക്രാഫ്റ്റ് ചെയ്തായിരുന്നു. ആ ഷവൽ എടുത്തിട്ടെ ലാഗാണ് ഈ ലാഗാ മൊത്തത്തിൽ ലാഗ് അടിച്ച് മരിക്കണി. വൈ നോട്ട് ലാഗ്? ഗ്രാഫിക്സ് മൊത്തത്തിൽ ചേഞ്ച് ആയതുകൊണ്ടേ ഒന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. എനിക്ക് അതാണ് സത്യം പറഞ്ഞത്, മനസ്സിലാവുന്നില്ല ഒന്നുമില്ല. വാട്ടർ മേലോൻ ഒരു ചിരിപ്പുണ്ട്. ഈ വാട്ടർ മേലോൻ എടുത്ത് കയറ്റാം, അത്രേ ഉള്ളൂ. വാട്ടർ മേലോൻ ഉണ്ട്. അപ്പം 1 2 3 4 5 ബാക്കി 2 എണ്ണം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ താണ്ട് ഇവിടുന്ന് ഒരിച്ചിരി കിട്ടിയ ഇതൊക്കെ എടുത്തായിരുന്നു ഡേർട്ട്. അതൊക്കെ ഇവിടെ ഡേർട്ട് ഇല്ലാത്തടുത്ത് പ്ലേസ് ചെയ്ത് പന്നുകളാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ താണ്ട് അതും കൂടെ അങ്ങ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സാൻഡ് ഇവിടെ കാണുന്ന കാടും പുല്ലൊക്കെ ഒന്ന് വെട്ടി മീനുക്കുട്ടി കിട്ടും. സോ മീനുക്കുട്ടി എന്ന് പറയുന്ന ഏത് യൂട്യൂബറാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതും ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന യൂട്യൂബർ തന്നെയാണോ? ഓക്കെ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒന്ന് ഓക്കെ, ഇവിടെ അങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടേക്ക് നമുക്ക് ഓക്കെ ഓൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഹൗസ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സോ ഈ വീഡിയോയുടെ തമ്പനയിലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് പില്ലപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുക്കാം. നൈസ്. അപ്പം സൺസെറ്റും കാണും, നല്ല രസമായിരിക്കും. ഓക്കെ, ടേബിളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്ട് ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ഈ മരത്തിന് ചുമ്മാ വെട്ടിയേക്കാം. ഒരു നല്ല ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി വെട്ടിയെന്നതേ ഉള്ളൂ ഈസ്. ഓക്കെ, ആൻഡ് ഈ കാണുന്ന മത്തങ്ങ, അത് പിന്നെ ആക്സ് വെച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാവും അല്ലേ, ഇട്ട് പൊട്ടും. ഓക്കെ, അപ്പം ഇത് ആക്സ് വെച്ചിട്ട് പൊട്ടിക്കുന്ന സംഭവമാണ്. ഓക്കെ, ഞാനിത് സവലൊക്കെ വെച്ച് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് ഈസ്, ഏത് വെച്ചാൽ നല്ല കൂടുതലായിട്ടും സെറ്റായിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ രാത്രി ആവുക പോലും വേണ്ട ഈസ്, നമുക്ക് ഉച്ചയായാൽ മതി, അപ്പം മോൺസ്റ്റർസ് ഇറങ്ങിക്കോളും. നമ്മൾ കയറി താമസിച്ചതും കാര്യങ്ങളൊക്കെ തന്നെ ഇരിപ്പുണ്ട്. സോ നമ്മുടെ ഇതിവിടെ ഇരുന്നിട്ട് ആൻഡ് ഗൈസ് നമുക്ക് ഇതെടുത്തിട്ട് ഒരു ഡോർ അങ്ങ് പണിത് സെറ്റാക്കണം. സോ ആൻഡ് ആ ഡോർ ഇതാണ്ട് ഇവിടെ ആയിട്ട് ഇരിക്കണം. ആഹാ ആഹാ ആഹാ, നല്ല സൂപ്പർ സംഭവം. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി ഒരു ചെസ്റ്റ് വേണം. ചെസ്റ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു ഡബിൾ ചെസ്റ്റ് ആക്കി അതിൻ്റെ കളർ ചേഞ്ച് ആവും ഗൈസ്. എല്ലാം അവിടെ എടുത്തും കാര്യങ്ങൾ തന്നെ നമ്മൾ വെച്ചതിന് ശേഷം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചെറിയൊരു പെട്ടി ഹൗസ് ദാണ്ട് ഇവിടെ സെറ്റായി. ഒരു കുഞ്ഞൊരു പെട്ടി ഹൗസ് ഇവിടെ സെറ്റായിട്ടും കാര്യങ്ങൾ ഇതിനെ
ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇടുന്നത് നടക്കത്തില്ല. സോ അതുകൊണ്ട് ഗൈസ് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടികാച്ചി ഇംഗ്ലീഷ് വീഡിയോ വരുന്നതോടെ എല്ലാ മച്ചന്മാർക്കും ബൈ പറയണ സുഹൃത്തുക്കളെ, ബൈ.